പടം കണ്ടിരിക്കാം. നല്ല മൂവിയാണ്. ഓരോ സീൻസും നല്ല ഭംഗിയായിട്ടാണ്. മ്യൂസിക്, എഡിറ്റിങ്, ഡയറക്ഷൻ, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ മാഫിയയുടെ കഥയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല മൂവി, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. തന്നെ ധാരാളം പുതുമുഖങ്ങളുണ്ട്. ഈ പടം വിജയിപ്പിക്കുകയും വേണം. പുതിയ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ വിജയിപ്പിക്കണം. താങ്ക് യു. ഇതൊരു കൺവെൻഷണൽ സിനിമയല്ല, സാധാരണ സിനിമ നമ്മളിപ്പോൾ കണ്ടത് അടുക്കി നല്ല വൃത്തിയായ സ്ക്രീൻ പ്ലേ, നല്ല വൃത്തിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാ സിനിമയ്ക്കും ഒരു കൺവെൻഷനലായിട്ട് ഒരു ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കും. ഇതതുപോലല്ല, വളരെ നീറ്റായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൊണ്ട് ചിട്ടയോടുകൂടി ചിട്ടപ്പെടുത്തിയെടുത്ത ക്ലൈമാക്സ്. ഇതൊരു പുതിയ ഒരു പാറ്റേൺ ആണിത്. കാരണം പറയാൻ എളുപ്പമല്ല ഈ സബ്ജക്റ്റ്. കൺവെൻഷനലായിട്ട് ഈ സബ്ജക്റ്റ് സാധാരണ പറയാറുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചിട്ടയോടുകൂടി നീറ്റായിട്ട് എനിക്കൊരു അക്കാഡമിക് സ്വഭാവമുണ്ട് അത് മേക്കിങ്ങിൽ. സബ്ജക്റ്റിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം മൂവികളുണ്ടാവണം. മനുഷ്യൻ എപ്പോഴും ആണ് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു സൊസൈറ്റിയാണ്. അവർക്കൊരു സന്ദേശമാണ്. നിങ്ങളൊന്നും നേടുന്നില്ല. ജീവിതം നിങ്ങൾ പണത്തിൻ്റെ പിന്നാലെ പോയി അർത്ഥശൂന്യമാക്കുകയാണ്. അങ്ങനൊരു മെസ്സേജും കൂടി ഇതിനകത്ത് കൊണ്ടേ കാണുന്നു. സനൽ ഡിഡ് എ ഗ്രേറ്റ് വർക്ക്. വളരെ നല്ല ഒരു വയലൻസ്. ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ്, സോറി. വളരെ വുമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ്. വയലൻസ് സോറി. ദിവ്യപിള്ള എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി ആൻഡ് ബിജിഎം വളരെ നൈസായിട്ടുണ്ട്. ഒബ്വിയസ്ലി തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. താങ്ക് യു സോ മച്ച്. എങ്ങനെ വയലൻസ് ആണ് പടം? വയലൻസോ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ദിവ്യപിള്ള ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. വയലൻസ് ആണ്, അതുകൊണ്ടാണല്ലോ A സർട്ടിഫിക്കറ്റ് ഉള്ളത്. നല്ല പടം. വുമൺ ഓറിയൻറ്റഡ് അല്ല, ഒരു എന്താ പറയുക, ത്രില്ലർ മൂഡാണ്. ഒരു അവയവ മാഫിയ എന്നൊക്കെ പറയുന്ന ഒരു മൂഡ് പടം. പ്രിയം എന്ന് പറയുന്ന ഫിലിമിന് ശേഷം സനലേട്ടൻ്റെ മൂവിയാണ്. ഒരു സൈക്കോ ത്രില്ലർ സബ്ജക്റ്റാണ്. അതുപോലെ എടുത്തു പറയേണ്ടത് ദിവ്യ പിള്ളയുടെ, അതുപോലെ തന്നെ ചന്തുചേട്ടൻ, അങ്ങനെ എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ദിവ്യ പിള്ളയുടെ ഒരു കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് മൂവിയാണിത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് മൂവി കാണണം. നല്ല ഫിലിമാണ്. താങ്ക് യു. പടം നല്ല പടമാണ്, നന്നായിട്ടുണ്ട്. നമുക്ക് ലൈക്ക് ഇപ്പോൾ ഇന്നത്തെ കാലം നടക്കുന്നൊരു സാധനമാണ്. അതിനെപ്പറ്റിയുള്ള സിനിമ നന്നായിട്ട് എടുത്തിരിക്കുന്നു. ഇതെല്ലാം അപ്പുറത്ത് ഓഡിയോ ട്രാക്കും വീഡിയോ ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. സിനിമ പ്രേക്ഷകരാണ് പറയേണ്ടത്. ഞാൻ ചെയ്ത സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. പ്രേക്ഷകരാണ് പറഞ്ഞത്. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കമൻറ്റ്സ് കിട്ടുന്നത്. എല്ലാ സ്ഥലത്തും എക്സൈറ്റഡ് ആവുമെന്ന് വിചാരിച്ച എല്ലാ പോയിന്റും പ്രേക്ഷകർ എക്സൈറ്റഡ് ആവും. അത് തീർച്ചയായിട്ടും ഒരു വയലൻസ് ഉള്ളൊരു ചിത്രമാണല്ലോ. അതെ. അത് എങ്ങനെയായിരിക്കും, പേടിയുണ്ടായിരുന്നു മനസ്സിലല്ല അങ്ങനെ. കാരണം ഇതിൻ്റെ ഒരു വിഷയം ഓർഗൻ ട്രാഫിക്കാണ്. അറിയാലോ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ യൂസ് ചെയ്തു എന്നുള്ളത്